പാർവതീനെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം സിനിമ എഴുതിയപ്പം ഞാൻ പാർവതീനെ ആദ്യം അപ്രോച്ച് ചെയ്യുകയും അന്ന് ഇത് ഭയങ്കര ഇമോഷണലി ഇന്റൻസ് ആയതുകൊണ്ട് പാർവതിക്ക് അന്ന് ചെയ്യാനൊരു ബുദ്ധിമുട്ട് പറഞ്ഞു. അങ്ങനെ പക്ഷെ ഞങ്ങൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കോവിഡൊക്കെ കഴിഞ്ഞ് പടം ഒന്ന് നിന്നുപോയി. വീണ്ടും ഞങ്ങൾ പാർവതിയിലേക്ക് എത്തുകയും പാർവതി സ്ക്രിപ്റ്റ് മാറിയിട്ടുണ്ട്, കുറച്ച് മാറിയിട്ടുണ്ട്, കേൾക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും പാർവതി കേൾക്കുകയും കേട്ട് അന്ന് തന്നെ പാർവതിക്ക് വളരെയധികം എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാർവതിയും ഈ പറഞ്ഞതുപോലെ വളരെയധികം ഹാർഡ് വർക്കും എഫോർട്ടും ഒരു സിനിമയിലേക്ക് ഇടുന്നതാണ്. പാർവതിയെ പോലെ ഒരാളുള്ളപ്പോൾ നമ്മുടെ ആസ് എ ഡയറക്ടർ നമ്മുടെ ജോലി വളരെ എളുപ്പമാകും. സോ എന്താണ് ബ്ലെസ്ഡ് എന്ന് പറയാനേ ഉള്ളൂ. ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള 2 ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. അവരില്ലെങ്കിൽ ഈ സിനിമയില്ല. അവരുടെ പെർഫോമൻസ് ആണ് ഈ സിനിമയെ എലിവേറ്റ് ചെയ്യുന്നത്. ഞാൻ എഴുതി വെച്ച പല സീൻ പോലും അവർ ചെയ്യുന്നത് കാണുമ്പോൾ അതിന്റെ ഒരു പുതിയ മാനവും പുതിയൊരു ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടാകുമായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സാഹചര്യങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ സിനിമ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിയിട്ടുണ്ട്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യും, അടുത്തതൊരു ഫീമെയിൽ ലെഡ് അല്ലാതെ ഒരു സിനിമ എഴുതി ചെയ്യും. കാരണം ഫീമെയിൽ ലെഡ് ആയിട്ടുള്ള സിനിമ മൗണ്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, വെള്ളപ്പൊക്കവും ഒക്കെ ഉള്ളൊരു സിനിമ മൗണ്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ഒരുപാട് കൂടെയുള്ള സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അയ്യോ ദൈവം എന്തൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു മൂമെന്റ് ആണിത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര എന്താണ് ഹോപ്പ്ലെസ്നെസ്സിൽ കൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട് ഈ സിനിമ ചെയ്യാനായിട്ട്. പക്ഷേ ഈ സിനിമ വിശ്വസിച്ച് റോണി സ്ക്രൂവാലയും ഹണീന്ദ്ര ഖാനും അഭിഷേക് ചോബയും മുന്നിലേക്ക് വന്നു, ആക്ടേഴ്സ് വന്നു, ഒരു കാസ്റ്റ് വന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഇല്ല, എന്നെ സംബന്ധിച്ചോളം ആ സിനിമ ചേച്ചിയുടെയും പാർവതിയുടെയും ആണ്. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ആൾക്കാർ അത് ജനങ്ങളത് സ്വീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2 പേരുടെയും പെർഫോമൻസ് ജനങ്ങൾ ഒരുപോലെ സ്വീകരിച്ച പെർഫോമൻസ് ആണ്. അതാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത്. ഇല്ല, ഈ നാഷണൽ അവാർഡ് കിട്ടിയതിനു ശേഷം സംസാരിക്കാനുള്ളൊരു ഇടവേള കിട്ടിയില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ വിളിച്ച് ഒരുപാട് നേരം സംസാരിക്കുകയും ചേച്ചിക്ക് വളരെയധികം സന്തോഷമൊക്കെ പറയുകയും ഒക്കെ ചെയ്തതാണ്. നാഷണൽ അവാർഡ് കിട്ടിയിട്ട് എനിക്കൊരു ബ്രേക്ക് കിട്ടിയില്ല സംസാരിക്കാനായിട്ട്. ഉടനെ ഞാൻ സിനിമ എടുക്കാൻ പോകുമ്പം കുറച്ചുകൂടെ ഐഡിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ എടുക്കാനുള്ളൊരു അന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നല്ലൊരു കഥ എഴുതി കഴിഞ്ഞാൽ, നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിനെ ബാക്ക് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സും പങ്കാവാൻ HODസും ആക്ടേഴ്സും ഒക്കെ വരും എന്നാണ് പ്രതീക്ഷ. പക്ഷേ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പം പുറത്ത് സിനിമ എടുക്കുന്നതിൻ്റെ ഒരു ചലഞ്ചസോ മൗണ്ട് ചെയ്യുന്നതിൻ്റെ ചലഞ്ചസോ ഞങ്ങൾക്ക് അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇങ്ങനെയൊരു സിനിമ എഴുതി മൗണ്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഫീമെയിൽ ആയിട്ട് സിനിമ ആയതുകൊണ്ട് മൗണ്ട് ചെയ്യാൻ പാടാണെന്ന് പോലും സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ആ കഥയിലുള്ള വിശ്വാസം, സ്ക്രിപ്റ്റിലുള്ള വിശ്വാസം കൊണ്ട് വേറൊന്നും ചെയ്യാൻ സത്യം പറഞ്ഞാൽ മനസ്സ് വന്നില്ല. പ്രോജക്റ്റ് നിന്നുപോയ സമയത്ത് പോലും ഇത് തന്നെ ആദ്യ സിനിമയായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ 2005 എൻ്റെ അച്ചാച്ചൻ മരിക്കുമ്പോൾ ഞങ്ങൾ ഈ വെള്ളപ്പൊക്ക സമയത്ത് ഇങ്ങനെ അച്ചാച്ചൻ്റെ ബോഡിയുമായിട്ട് വെയിറ്റ് ചെയ്തു 8-9 ദിവസം. അന്നാണ് ഈ സിനിമയുടെ ആശയം ആദ്യമായിട്ട് മനസ്സിൽ വരുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോഴും ഈ സിനിമ തന്നെ ആയിരിക്കണം ആദ്യത്തെ സിനിമ എന്ന് വിചാരിച്ചിരുന്നു.